ഹലോ ഗൈസ്, സോ ആസ് പെർ യുവർ റിക്വസ്റ്റ് നമ്മളൊന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പോവാണ്. ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതും ഈ ചാപ്റ്റേഴ്സിൽ നിന്നും ഏത് ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രഡിക്ഷനിലൂടെ നോക്കാം അല്ലേ. യെസ്, സോ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് മാനേജ്മെന്റ് എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നും ചോദിക്കും. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണെങ്കിൽ ഫയോളിന്റെ പ്രിൻസിപ്പിളോ അല്ലെങ്കിൽ ടൈലർ ടെക്നിക്കോ ആയിരിക്കും ചോദിക്കുന്നത്. ഇനി ബിസിനസ് എൻവയൺമെന്റിലേക്ക് ബിസിനസ് എൻവയൺമെന്റിന്റെ ഫംഗ്ഷൻസ്, ഡൈമെൻഷൻസ് ഇവിടെ ശ്രദ്ധിച്ച് പഠിക്കണം. ബിക്കോസ് ഇമ്പോർട്ടൻ്റ് ആണ് ഡൈമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്ലാനിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ പ്ലാനിങ്ങിന്റെ പ്രോസസ്സും ടൈപ്സ് ഓഫ് പ്ലാനും ഉണ്ടല്ലോ, ആ രണ്ട് പ്ലാനും കൂടെ നിങ്ങൾ പഠിച്ചാൽ പ്ലാനിങ്ങും സെറ്റാണ്. ഇനി ഓർഗനൈസിങ് എന്ന ചാപ്റ്ററിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ സ്ട്രക്ചറിൽ ഫംഗ്ഷണലും ഡിവിഷണലും സ്ട്രക്ചർ ഉണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ പഠിച്ചു വെക്കുക. ആൻഡ് ഓൾസോ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ് ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇനി അടുത്തത് സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗിൽ റിക്രൂട്ട്മെന്റ് ചോദിക്കും, സെലക്ഷൻ ചോദിക്കും, ആൻഡ് ഓൾസോ ഓൺ ദ ജോബ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. റിക്രൂട്ട്മെന്റും സെലക്ഷനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെച്ചോ, എസ് വരെ ചോദിക്കുന്ന ടോപ്പിക് ആണ് കേട്ടോ. യെസ്, ഇനി ഡയറക്റ്റിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മോട്ടിവേഷനിലുള്ള മാസ്ലോ ഓർ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ സ്റ്റെപ്സ് ആൻഡ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനുമാണ് ഇവിടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചാപ്റ്റർ 8 ചാപ്റ്റർ കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗിലെ സ്റ്റെപ്സും പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് ഡിഫറൻസും പഠിച്ചു വെക്കണം. പിന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നോക്കുമ്പോൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ഓർ ഫിക്സഡ് ക്യാപിറ്റലും ഫൈനാൻഷ്യൽ ഡെസിഷൻസ്, ഫൈനാൻഷ്യൽ പ്ലാനിങ്, ഈ ടോപ്പിക്സ് കൂടെ പഠിച്ചാൽ സംഗതി സെറ്റാണ്. സോ ഇത്രയുമാണ് നിങ്ങളിതാ നമ്മളുടെ 9 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ടത്. സോ നാളത്തെ ക്രിസ്മസ് എക്സാം ചോദ്യ പേപ്പറിൽ കാണാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പർ ആയിട്ട് ഇരിക്കുക, എക്സാം ഈസി ആയിരിക്കും.